വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 20 വർഷത്തോളമായി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം 3.5 വർഷം മുമ്പ് ഒരു പാർട്ട് ടൈം ആയിട്ട് കിട്ടി പിന്നെ ഒരു അവസരമാണിത്, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഞാനും വൈഫും സീരിയസ് ആയിട്ട് ഈ ബിസിനസിനെ ഏറ്റെടുത്തുകൊണ്ട് നന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രസന്റേഷൻ ഇതുപോലത്തെ നിങ്ങളെപ്പോലെ ഞാനും ഇതുപോലെ ഒരു പ്രസന്റേഷൻ കേട്ട് വന്ന ആളാണ്. ആദ്യം കേട്ടപ്പോൾ എനിക്കും ഇത് മനസ്സിലായില്ല. കുറെ പ്രാവശ്യം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിക്കാനും പിന്നെ വേറെ കാര്യം എനിക്ക് മനസ്സിലായി, ഇതിൽ മറ്റുള്ള പ്ലാറ്റ്ഫോം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെയാണെങ്കിൽ നമുക്ക് ഡൗട്ട് ചോദിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ജെന്യൂനായെന്ന് തോന്നിയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ വലിയൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോയി തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോയതാണ്. നമുക്ക് ഇന്ന് പ്രസന്റേഷൻ ചെയ്യാൻ വന്നത് പിന്നെ ഷംന ടീച്ചറാണ്. മലപ്പുറം വേങ്ങര സ്കൂൾ ടീച്ചറാണ്. അവര് പാർട്ട് ടൈം ആയിട്ടാണ് ഇതിനോട്ട് വന്നിരിക്കുന്നത്. കാരണം ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇവര് സിൽവർ പിന്നെ ഡയറക്ടർ എന്ന ലെവലിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ട്രാവൽ ഫണ്ട് ഒക്കെ വാങ്ങുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ്. അപ്പൊ എല്ലാ സമയം കൊണ്ട് പിന്നെ ഈ ബിസിനസ്സിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാരിലോട്ട് വരുമാനം എത്തിക്കാൻ കൂടി പറ്റിയിട്ടുള്ള ഒരു മേഡമാണ്. അപ്പൊ അവർ നമുക്ക് എല്ലാവർക്കും കൊണ്ട് പിന്നെ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ഷംന മാഡം. താങ്ക് യു സുരേഷ് സർ, താങ്ക് യു സോ മച്ച്. വെരി ഗ്രേറ്റ് ഇൻട്രഡക്ഷൻ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ ഇന്ന് ഇവിടെ ഈ ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകം നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു പാസീവ് ഇൻകം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രൊജക്ടിലൂടെ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ഇവിടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുള്ള സുരേഷ് സാർ ദുബൈയിലാണ്, ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. സാറിന്റെ ജോലിയോടൊപ്പമാണ് സാർ ഈ ഒരു പ്രൊജക്ട് വളരെ സീരിയസ് ആയിട്ട് സാർ ചെയ്തു വരുന്നത്. സാർ ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ടീച്ചറാണ്, മലപ്പുറം വേങ്ങരയാണ് പ്രൊഫഷൻ. അതുപോലെ ഈ ഒരു ബിസിനസ് 1.5 വർഷം ഏകദേശം 2 വർഷത്തോളമായി എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഇന്ന് വളരെ സീരിയസ് ആയിട്ട് എന്റെ ജോലിയേക്കാൾ ഏറെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലിയൊക്കെ നമ്മുടെ ആക്റ്റീവ് ഇൻകത്തിന്റെ ആളുകളാണ് അല്ലെ. നമ്മൾ എപ്പോ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു അപ്പൊ മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ. നമുക്ക് നമ്മുടെ ആബ്സെൻസിലും നമുക്ക് വരുമാനം വേണം. തീർച്ചയായിട്ടും നമ്മുടെ ആബ്സെൻസിലും വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ലൈഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ വളരെ ക്ഷമയോടെ ഇരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക. ശേഷം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം, അതെല്ലാം ക്ലിയർ ചെയ്ത് നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ലീവ് ആവാൻ. ഓക്കെ. ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും യെസ് ഓർ നോ എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അവിടെ ക്ഷമയാണ് വേണ്ടത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക, ഈ പ്രൊജക്ടിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രൊജക്ടിന്റെ പേരാണ് CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. കൺസ്യൂമറിനെ എംപവർ ചെയ്യിക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. വിന്നിംഗ് ടീം എന്ന ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, സപ്പോർട്ട്, മെന്റർഷിപ്പ് ഇതെല്ലാം നൽകിക്കൊണ്ട് വളരെ വലിയൊരു സക്സസിലേക്ക് എത്തിക്കാൻ നമ്മളോടൊപ്പം ഈ ഒരു ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മളൊക്കെ കൺസ്യൂമർ ആണ്, പക്ഷെ നമ്മളൊരു സ്മാർട്ട് കൺസ്യൂമർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ സ്മാർട്ട് കൺസ്യൂമർ ആയിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മളുടെ ആവശ്യങ്ങളും എല്ലാം നേടിയെടുക്കാൻ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്കൊരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുക അല്ലെ. എന്റെ സ്വപ്നം അല്ല നിങ്ങളുടേത്, വ്യത്യസ്തമായിരിക്കും. ഒരുപാട് ക്യാഷ് വേണം, അതുപോലെ സ്വന്തമായിട്ട് നല്ലൊരു വാഹനം വേണം, അതുപോലെ വിദേശ ടൂർ പോകണം, സ്വന്തമായിട്ട് നല്ലൊരു വീട് ആഗ്രഹിക്കാത്തവരായിട്ട് ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഫാമിലിയോടൊപ്പം നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നതൊക്കെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്കിൽ ഇതൊന്നും നമ്മുടെ സ്വപ്നമായിട്ട് നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ മാത്രം ഒതുക്കി വെക്കേണ്ട ഒരു കാര്യമല്ല. ഈ ഒരു പ്രൊജക്റ്റിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. എന്തൊക്കെയാണെന്ന് നോക്കാം.
ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ജോലിയുള്ള ഒരു വ്യക്തികളായിരിക്കും അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമ്മുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്കൊരു അഡീഷണൽ ഇൻകം വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഇൻകം, ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഒരു ജോലിയുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ആ ഒരു ജോലി എന്താണോ അതിനെ ഒന്നും തടസ്സപ്പെടുത്താതെ തന്നെ ഒരു അഡീഷണൽ ഇൻകം നേടിയെടുക്കാനുള്ള വലിയൊരു അവസരമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലെ. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഇഷ്ടങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ പല സാഹചര്യത്തിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ടിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ടൈം ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് നമുക്കൊരു എത്ര തിരക്കുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്കൊരു ഫ്രീ ടൈം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആ ഒരു ഫ്രീ ടൈം നമ്മൾ എവിടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ ഇന്ന് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന വീഡിയോസും അതുപോലെ റീൽസും ഒക്കെ കണ്ട് നമ്മുടെ ടൈം അവിടെയാണ് നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും നമ്മുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രീ ടൈം ഉപയോഗിച്ച് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാകും. നമ്മൾക്ക് ഇന്ന് രോഗം വന്നതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ചികിത്സ തേടി നമ്മൾ പോകുന്നുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണ് പോകുന്നത്? രോഗം വന്നതിന് ശേഷമാണ് നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ രോഗം വരാതെ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും അതിനുള്ള വലിയൊരു സൊല്യൂഷൻ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വരും സിറ്റിങ്ങിലൂടെയൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ലിവ് എ ലെഗസി ഈ ഒരു പ്രൊജക്ട് നമ്മളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോൾ അവരിലേക്ക് കൈമാറ്റം തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോൾ അവരെ ടച്ച് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു പ്രൊജക്ട് വായിച്ചു കുടിച്ചത് കേട്ടാ. ഞാൻ അറിഞ്ഞത് ഇനിയോട്ട് നിങ്ങൾ 18 വയസ്സാകുമ്പോൾ അവരിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു ലെജൻഡറി ലൈഫ് ആസ്വദിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ എയർലി റിട്ടയർമെന്റ് പോസിബിൾ ആണ്. ഇന്ന് ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 60-65 വയസ്സ് വരെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ അവർ വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ. ഒരു 65 വയസ്സോടെ അവർക്ക് റിട്ടയർമെന്റ് ടൈം ആയി. അപ്പൊ അവർ ആ ഒരു റിട്ടയർമെന്റിലേക്ക് എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തുമ്പോഴേക്കും അവരുടെ പ്രായം ഒരുപാട് അതിക്രമിച്ചു പോയിട്ടുണ്ടാകും. ഒരുപാട് രോഗങ്ങളൊക്കെ ആയിട്ടുണ്ടാകും. അവരെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ബാക്കിയാക്കിക്കൊണ്ടായിരിക്കാം ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുന്നുണ്ടാവുക. അത്ര കാലം ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കീഴിൽ അവർ വർക്ക് ചെയ്തത് കൊണ്ട് അവർക്കൊന്നും നേടിയെടുക്കാൻ തീർച്ചയായിട്ടും അവിടെ സാധിച്ചിട്ടുണ്ടാവില്ല. വീണ്ടും തുടർന്ന് അവരുടെ ജീവിതത്തിന് വേണ്ടി അവര് മറ്റുള്ള ജോലികൾ അന്വേഷിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ടിലൂടെ നമുക്കൊരു 3 വർഷം നമ്മൾ ഇതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ഇതൊരു സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ ആക്റ്റീവ് ഇൻകം ആണ്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രം നമുക്ക് വരുമാനം കിട്ടുന്നു. അവിടെയാണ് നമ്മൾ ഈ ഒരു ബിസിനസിന്റെ സാമ്പത്തിക സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മുടെ ആബ്സെൻസിലും നമുക്കൊരു വരുമാനമാണ് നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇതിൽ സാധ്യമാണ്. ഇന്ന് നമുക്കൊരു 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സുമായിട്ട് കണക്ട് ആവാവുന്നതാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും മെന്റർഷിപ്പും എല്ലാം നൽകിക്കൊണ്ട് നമ്മുടെ വലിയൊരു സക്സസിലേക്ക് എത്തിക്കാൻ വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടാകും. അതുവഴി നമ്മുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റം തീർച്ചയായിട്ടും ആസ്വദിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, നമ്മളൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. എവിടേക്ക് പോകുന്നു? നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ആയിരിക്കാം നമ്മൾ ഒരു ടൂർ പോകുന്നുണ്ടാവുക. നമുക്കൊരു വിദേശ ടൂർ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രം ഒതുക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. നമുക്കത് പോകാൻ ഒരിക്കലും ഫാമിലിയോടൊപ്പം പോകാൻ പലർക്കും സാധിക്കുന്നുണ്ടാവില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഒരു ഫാമിലി ആയിട്ട് വിദേശത്തേക്ക് ഒരു ടൂർ പോവുക എന്നത് നമുക്ക് സാധിക്കില്ല. എങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് നമ്മൾ കണക്ട് ആയാൽ നമുക്ക് വർഷത്തിൽ 3 ടൂറുകൾ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടാകും.
നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലെ. നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നു എങ്കിലെന്ന്. പക്ഷെ നമുക്ക് സാധിക്കുമോ? കഴിയില്ല. കാരണം എന്താണ്? ഇന്ന് എന്തിനും ഏതിനും എക്സ്പെൻസ് എല്ലാം വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തൊരു ബന്ധുവാണെങ്കിൽ പോലും അവരെ ഒന്ന് സഹായിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ അവരിലേക്ക് കൊടുക്കുന്നത് എങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് അവരിലേക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടും നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അതിലൂടെ നമ്മളിലേക്കും നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത്. 2004 ഡൽഹി ബേസ്ഡ് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെറും 10 പ്രോഡക്റ്റും അതുപോലെ 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറും മാത്രമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് 22 വർഷം പൂർത്തീകരിച്ച ഈ ഒരു കമ്പനിക്ക് ഇന്ന് നിലവിൽ 450ഓളം ഓൺ പ്രോഡക്റ്റുകളും 5000-ലേറെ ഓഫീസുകളും 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറും കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതിലെ ഫൗണ്ടേഴ്സ് ആണ് മിസ്റ്റർ ഗൗതം ബാലി സർ, അതുപോലെ കൻവർ സിംഗ് സർ, ദീപക് സൂഡ് സർ. ഈ 3 മാനേജിംഗ് ഡയറക്ടർമാരുടെ വിഷനും മിഷനുമാണ് വെസ്റ്റീജ് കമ്പനി. ഈ ഒരു കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ഡൽഹിയിലാണ്. ബ്രാഞ്ച് ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. അതുപോലെ നമ്മുടെ കേരളത്തിന്റെ 12 ജില്ലകളിലായിട്ട് ഇതിന്റെ ഔട്ട്ലെറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനി ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി. വേൾഡിലെ 38ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ കമ്പനി ഉള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്റർനാഷണൽ രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെല്ലാം കമ്പനി നിലവിൽ റൺ ചെയ്തു വരുന്നു. ഇനിയും 30ഓളം രാജ്യങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. അപ്പൊ ഈ ഒരു കമ്പനി ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി. ഈ ഒരു കമ്പനിയോടൊപ്പം അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലെ. തീർച്ചയായിട്ടും നമ്മളൊരു കൺസ്യൂമർ ആണ് അല്ലെ. നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്നോളം നമ്മളൊരു കൺസ്യൂമർ ആണ്. ഇനി മരണം വരെയും നമ്മൾ കൺസ്യൂമർ ആയിട്ട് തുടരേണ്ട ഓരോ വ്യക്തികൾ തന്നെയാണ്. ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് നമുക്ക് എവിടെയും ഒരു ലാഭമോ വരുമാന മാർഗമോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ എവിടെയാണ് കൺസ്യൂമർ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡാണ് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്, പല്ല് തേക്കുന്നവരാണ്, വീട് വൃത്തിയാക്കുന്നവരാണ്, തുണി കഴുകുന്നവരാണ്, പാത്രം കഴുകുന്നവരാണ്. ഇത്രയും ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഓരോ പ്രോഡക്റ്റുകളും അത്യാവശ്യമാണ്. ഇതെല്ലാം നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്നോളം ഇനി മരണം വരെയും നമ്മൾ തുടരേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ എവിടെ നിന്നാണ് മേടിക്കുന്നത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഇതെല്ലാം മേടിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിൽ, റീറ്റെയിൽ, ഇത്രയും ആളുകളുടെ കൈകൾ മറിഞ്ഞിട്ടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിലേക്ക് ഓരോ പ്രോഡക്റ്റുകളും എത്തുന്നത്. ആ ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ടായിരിക്കും നമ്മൾ ഓരോ പ്രോഡക്റ്റുകളും മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടാവുക അല്ലെ. നമ്മൾ വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, തീരുമ്പോൾ വീണ്ടും മേടിക്കുന്നു, ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഒരു കൺസ്യൂമറിന് ഇവിടെ യാതൊരുവിധ ബെനിഫിറ്റും കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കമ്പനിക്ക് വേണ്ടി വരുന്ന മേക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 40% തുക മാത്രമാണ്. അത് കൺസ്യൂമർ ആയിട്ടുള്ള നമ്മളിലേക്ക് ഇത്രയും ഇടനിലക്കാരും പരസ്യക്കാരുടെയും കൈകൾ മറിഞ്ഞിട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ 60% തുക എക്സ്ട്രാ കൊടുത്ത് തികച്ചും 100 രൂപ കൊടുത്തിട്ടാണ് നമ്മളൊക്കെ ഓരോ പ്രോഡക്റ്റുകളും വാങ്ങി ഉപയോഗിക്കുന്നത്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക്, നമ്മളിലേക്കൊക്കെ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് എത്തുന്നത്? സെലിബ്രിറ്റീസിനെയാണ് ആ ഒരു കമ്പനി അതിനുവേണ്ടി ആ ജനങ്ങളിലേക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ബൂസ്റ്റിന്റെ പരസ്യം ചെയ്യുന്നത് ആരാണ്? സച്ചിനാണ് അല്ലെ. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു കായിക താരമായതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിനെയാണ് ആ ഒരു പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്പനി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കോടികൾ വരുമാനമാണ് ആ ഒരു കമ്പനിയുടെ പരസ്യം അവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നത്. അപ്പം അവരിൽ നിന്നാണോ കമ്പനിയിൽ നിന്ന് ഈടാക്കിയിട്ടാണോ കൊടുക്കുന്നത്? ഒരിക്കലും അല്ല. കൺസ്യൂമർ ആയിട്ടുള്ള നമ്മളിൽ നിന്ന്
ഈടാക്കിയിട്ടാണ് ഈ ഒരു സെലിബ്രിറ്റീസിനും ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ കമ്പനി ഈ കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മേക്കിംഗ് കോസ്റ്റ് 40% തുക മാത്രം വരുന്ന ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മളിൽ നിന്ന് ഈടാക്കുന്ന 100 രൂപ എക്സ്ട്രാ 60% തുക ഇവരിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്താണ് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചത്? ഇവിടെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കമ്പനിക്ക് വരുന്നുണ്ട് അല്ലെ. ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടി കമ്പനി 60% തുക മാറ്റിവെക്കുന്നു. ഇവിടെ കമ്പനിക്ക് ലാഭമുണ്ട്, ഇടനിലക്കാർക്ക് ലാഭമുണ്ട്, സെലിബ്രിറ്റീസിന് ലാഭമുണ്ട്. ഇവിടെ ജനിച്ച നാൾ മുതൽ ഇന്നോളം കൺസ്യൂമർ ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന നമുക്ക് എന്താണ് ഇവിടെ ലാഭമുള്ളത്? ഒരു ലാഭവും നമുക്ക് കിട്ടുന്നില്ല. നമ്മളിലൂടെയാണ് ഈ ഇടനിലക്കാരും പരസ്യക്കാരും ഒക്കെ റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതേ 60% തുകയിലൂടെ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ, നമുക്ക് റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ആസ്വദിക്കാൻ, ഒരു മനുഷ്യായുസിൽ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരം ഈ ഒരു വെസ്റ്റീജ് മാർക്കറ്റിംഗ് കമ്പനിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും, നമ്മുടെ വെസ്റ്റീജ് കമ്പനി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ആരും തന്നെ ഇല്ല. ഇവരെ എല്ലാം കമ്പനി പാടെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റീജ് കമ്പനിക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഇടനിലക്കാരും പരസ്യക്കാരും കമ്പനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കമ്പനിക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോ 60% തുക കമ്പനി സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മളിലേക്ക് തന്നെ നൽകുന്ന ഒരു മെത്തേഡിനെയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രോഡക്റ്റുകൾ, നിത്യജീവിതത്തിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡിൽ നമുക്കൊരു ലാഭവും ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു വെസ്റ്റീജ് കമ്പനിയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ സ്വന്തം ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ ഒരു 60% തുക ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ 60% തുക കമ്പനി നമ്മൾക്ക് തന്നെ നൽകിക്കൊണ്ട് നമ്മളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ തീർച്ചയായിട്ടും കമ്പനി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. കമ്പനി എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മൾ ഇത്ര കാലം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഷോപ്പിനെ ഒന്ന് മാറ്റാൻ നമ്മൾ തയ്യാറാണോ? തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ തന്നെ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇതൊരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ദൈവത്തിന്റെ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തെ ഒരു വരുമാനമാക്കി മാറ്റാൻ നമുക്ക് അവസരം നൽകുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഷോപ്പിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. നമ്മളൊരു കൺസ്യൂമർ ആയിട്ട് നിന്നാൽ തന്നെ 50% ബെനിഫിറ്റ്സ് ആണ് കമ്പനി നമുക്ക് നൽകുന്നത്. MRP 10 to 20 ഓഫ്. MRP പ്രൈസിൽ നിന്നും 10 മുതൽ ഈ 35% വരെ ഓഫിലാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും കമ്പനി നമുക്ക് നൽകുന്നത്. അതുപോലെ റീപർച്ചേസിംഗ് ഓഫർ അപ് ടു 10%, ഓരോ പർച്ചേസിനും 10% ഫ്രീ പ്രോഡക്റ്റ് കമ്പനി നമുക്ക് നൽകുന്നു. ക്യാഷ് ബാക്ക് 5 to 60%. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 5%-ലായിരിക്കാം. പിന്നീട് ഓരോ സ്റ്റെപ്പും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകും. 8, 12, 16 എന്നീ ഈ പൊസിഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ടാകും. നമ്മൾ ഏത് പൊസിഷനിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ഒരു പൊസിഷനിലുള്ള വരുമാനം തീർച്ചയായിട്ടും കമ്പനി നമ്മളിലേക്ക് എല്ലാ മാസവും 10-ാം തീയതി കമ്പനി നമ്മളിലേക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാകും. ഇപ്പോ ഇതില് നമ്മുടെ ഓർഗനൈസേഷൻ ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള സുരേഷ് സാർ, അതുപോലെ ഞാൻ, അശ്വിനി മാഡം, നമ്മളെല്ലാവരും 16% ക്യാഷ് ബാക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്രത്തോളം സാമ്പത്തിക സാധ്യതകളാണ് ഈ ഒരു പ്രോജക്റ്റിലുള്ളത്. അതുപോലെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. കമ്പനിക്ക് 450ഓളം പ്രോഡക്റ്റുകളാണുള്ളത്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിന്റെ കാരണ സഹിതം വ്യക്തമാക്കിക്കൊണ്ട് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനി നമുക്ക് അഷ്യൂർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചു, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു, നമ്മളത് പൊട്ടിച്ചു, നമ്മളൊരു 35-30% നമ്മൾ ഉപയോഗിച്ചു. നമുക്കത് ഇഷ്ടപ്പെടാതെ നമ്മളത് തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ ആ ഷോപ്പുകാരത് സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. നമ്മളത് കൊണ്ടുവന്ന് പുറത്തേക്ക് ഒഴിവാക്കേണ്ടി വരും അല്ലെ. അവിടെ നമുക്ക് നഷ്ടം തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു വെസ്റ്റീജിന്റെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ കൺസിസ്റ്റൻസി ഓഫർ മറ്റൊരു പ്രത്യേകതയാണ്. കമ്പനിയുടെ വലിയൊരു ഓഫറാണ്. ഇതൊരു വൺ ടൈം ഓഫർ അല്ല, ഇതൊരു ജോയിൻ ഇൻ സ്കീം ഒന്നുമല്ല. എത്ര കാലം നിങ്ങൾക്കൊരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആയിട്ട് തുടരാൻ സാധിക്കുന്നുവോ അത്ര കാലവും കമ്പനി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഫറാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു 4 മാസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ, ഒരു 100 പോയിന്റ് വാല്യൂവിനുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്താൽ ഓരോ 4 മാസം കൂടുമ്പോഴും 5-ാമത്തെ മാസം നമുക്ക്
രൂപയുടെ പ്രോഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് നൽകുന്നു. അതുമാത്രമല്ല, നമ്മൾ മേടിക്കുന്നതോടൊപ്പം നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് കമ്പനി നൽകുന്നു. നമുക്ക് എല്ലാ മാസവും 10-ാം തീയതി കമ്പനി അതിന്റെ ഒരു ക്യാഷ് ബാക്കും കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഇതൊരു വൺ ടൈം ഓഫർ അല്ല, ഇതൊരു ജോയിൻ ഇൻ സ്കീം അല്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇതൊരു ബിസിനസ് ആയിട്ടാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് എങ്കിലോ 9 ടൈപ്പ് ഇൻകം ആണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യന് വേണ്ടതൊക്കെ എന്തൊക്കെയാണ്? സ്വന്തമായിട്ടൊരു വാഹനം വേണം, സ്വന്തമായിട്ടൊരു വീട് വേണം, അതുകൂടാതെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ, ഈ ഒരു കമ്പനിയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് കമ്പനി നൽകുന്ന ഓരോ ബോണസുകളാണ്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 വലിയ ഇൻഡസ്ട്രികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയ ഈ ഒരു പ്രൊജക്ട് നെറ്റ്വർക്ക് ക്രിയേഷൻ ആണ്. നമ്മുടെ നെറ്റ്വർക്ക് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രത്തോളം വരുമാനം ഏൺ ചെയ്യാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ദ വെൽനസ് റെവല്യൂഷൻ, നമ്മുടെ ഈ ഒരു കമ്പനി വെൽനസ് ഓറിയന്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടു കൂടിയും അതുപോലെ നല്ലൊരു ആരോഗ്യവും നമുക്ക് നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഇ കൊമേഴ്സ് മെത്തേഡിലൂടെയൊക്കെ നമ്മൾ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെയൊക്കെ ഫോണിൽ ഉണ്ടാവും, ഫ്ലിപ്കാർട്ട്, ആമസോണോ, മീഷോ ഒക്കെ നമ്മുടെ ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ലാഭവിഹിതമുണ്ട്. അത് ആര് കൊണ്ടുപോകുന്നു? അമേരിക്കൻ കമ്പനികളുടെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ലാഭം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ലാഭം അവരാണ് കൊണ്ടുപോകുന്നത്. അവിടെയും ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റോ ഒരു ലാഭമോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിൽ നമ്മൾ ഈ ഒരു വെസ്റ്റേജ് കമ്പനിയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൽ വെസ്റ്റേജ് കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ബെനിഫിറ്റ് കമ്പനി നമ്മളിലേക്ക് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നുണ്ട്. ഇതിപ്പോ ഞാനിവിടെ പരിചയപ്പെടുത്തിയത് കമ്പനിയുടെ ചെറിയൊരു സ്ട്രക്ചർ മാത്രമാണ്. ഈ കേട്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക. നല്ലൊരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു നല്ല ഒരു അവസരത്തെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. കാരണം നമ്മളൊക്കെ ഇന്ന് കൺസ്യൂമർ തന്നെയാണ്. നമ്മൾ ഒരു കൺസ്യൂമർ ആയിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ഒരു ഫീൽഡിൽ നമ്മൾ തുടർന്ന് പോയാലും നമുക്ക് അവിടെ ഒന്നും നേടാനില്ല അല്ലെ. തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകും. മാത്രമല്ല, ഇതൊരു ലെഗസി ക്രിയേഷൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പ്രൊഫഷനായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാനും തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക, ക്ലിയർ ചെയ്യുക, നല്ലൊരു തീരുമാനം എടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. നമ്മുടെ സുരേഷ് സാറിനെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു ഷംന മാഡം. വളരെ പെർഫെക്റ്റ്, വളരെ വളരെ സൂപ്പർ ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. കാരണം എല്ലാവരും വീഡിയോ ഓണൊക്കെ അതേപോലെ കേൾക്കുന്നുണ്ട്. അത്രയ്ക്ക് നമുക്കൊരു ടീച്ചർ പറയുമ്പോൾ അതിൻ്റെതായ ഒരു അല്ലേ, അതേപോലെ നമുക്ക് ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ കാരണം നമ്മുടെ പ്രസന്റേഷൻ തുടങ്ങിയ ശേഷം വളരെ പവർഫുൾ ആയിട്ടൊരു പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോ 2 പേരുണ്ട് പുതിയ ആൾക്കാർ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മുടെ ഇതേ ഫ്ലോയിൽ പോട്ടെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ടീച്ചർ ഇപ്പൊ നല്ല ഫ്ലോയിൽ പോകുന്നുണ്ട്. ക്ലോസിംഗ് കൂടെ അതേ സെഷനിൽ പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു. ടീച്ചർ തന്നെ ക്ലോസിംഗ് സെഷൻ കൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അതേ ഫ്ലോയിൽ പോവുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഓക്കെ ആണോ ടീച്ചറെ? ബുദ്ധിമുട്ടാവോ? ഇന്ന് സാർ ക്ലോസ് ചെയ്തോ? ഓക്കെ അശ്വിനി ക്ലോസ് ചെയ്തു. ഷംന ടീച്ചർ ചെയ്തോളൂ. എന്താ പറഞ്ഞാലോ, നമ്മളിതൊരു എല്ലാവർക്കും ഒരു ട്രെയിനിങ് ആയിട്ടല്ലേ ഞങ്ങള് ചെയ്യുന്നല്ലേ. അപ്പം ഇന്ന് നിങ്ങൾ ചെയ്യും. 2 പേര് പുതിയ ആൾക്കാരുണ്ട്. അതെ, നിങ്ങൾ പുതിയ ആൾക്കാർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. പുതിയ ആൾക്കാരൊന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് ഈ കേട്ടതിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ഹലോ, ആരൊക്കെയാണ് പുതിയ ആൾക്കാരുള്ളത്? ഒന്ന് അൺമ്യൂട്ട് ആക്കുവോ? ഒന്ന് ഞാൻ ആഡ് ചെയ്തായിരുന്നേ, അവൾക്ക് കേറാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞ സൂം മീറ്റിങ്ങിന്റെ അകത്ത്. ആധാറിന്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് അവൾക്ക് കേറാൻ പറ്റുന്നില്ലെന്ന്. വിവോ
ഫോണിന്റെ ആള്. ഹലോ ഓക്കെ ഹലോ ഓക്കെ, സംസാരിക്കും. പുതിയ ആളാണോ? ഹലോ അതെ അതെ, ഹലോ. എന്റെ പേര് സുജീന്ദ്രൻ എന്നാണ്. ഓക്കെ സാർ. ഇപ്പൊ ഞാൻ പ്രസന്റേഷൻ കേട്ടു. പക്ഷെ അന്നേരം നമ്മളത് സ്റ്റാർട്ടിങ് ആകുമ്പോഴേ നമ്മളെങ്ങനെ പർച്ചേസ് ചെയ്ത് കൺസ്യൂമറായിട്ട് അല്ലെ ഹോൾസെയിലായിട്ട് തുടങ്ങണമെങ്കിൽ അതെങ്ങനെ അതിന്റെ പ്ലാന്? സാറേ ഞാനിവിടെ ഷോപ്പ് വാങ്ങിച്ച് അങ്ങനത്തെ വേണം? ഓക്കെ, ഇവിടെ പ്രോഡക്റ്റ് സെല്ലിംഗ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും ഈ പ്ലാൻ പറഞ്ഞതിൽ പ്രോഡക്റ്റ് സെല്ലിംഗ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കൊരു ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടി നിങ്ങൾക്കത് സെല്ല് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. പ്രൊഡക്റ്റ് സെല്ലിംഗ് നമ്മുടെ കമ്പനി പറയുന്നില്ല. അത് നമ്മൾ പേഴ്സണലായിട്ട് തീരുമാനിക്കേണ്ട. നമ്മൾക്കൊരു MRP ലാഭത്തിന് വേണ്ടി, ഒരു ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടി നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ ആധാറിന്റെ കോപ്പി, അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ, മെയിൽ ID ഒക്കെ വെച്ച് നമ്മൾ കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനിയുടെ സ്വന്തം ആപ്ലിക്കേഷൻ വെസ്റ്റീജ്, നമ്മുടെ കമ്പനിയുടെ സ്വന്തം ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിലൊക്കെ ഇപ്പൊ ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ നമ്മളുണ്ട്. നമ്മൾ അതൊക്കെ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് 450ഓളം പ്രോഡക്റ്റുകൾ ഉണ്ട്. 16 കാറ്റഗറികളിലായിട്ടാണ് നമുക്ക് പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം എന്നുള്ള യാതൊരു വിധ നിബന്ധനയും ഇവിടെ കമ്പനി വെക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മറ്റുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുമോ? ഇതേ ആപ്പിൽ കൂടെ വാങ്ങിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന് സാർ ഇന്ന് കേട്ട് നാളെ തന്നെ സാർ ഈ ഒരു ബിസിനസിനെ കുറിച്ച് സാറ് പോയി പറയേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ദിവസം പ്ലാൻ കേൾക്കുക. പ്ലാൻ കേട്ടതിന് ശേഷം പൂർണ്ണമായിട്ടും ഈ ഒരു ബിസിനസിനെ കുറിച്ച്, ഈ ഒരു കമ്പനിയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ലഭിക്കും, ഇതിന്റെ സാമ്പത്തിക സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണോ? അതെങ്ങനെ? സാർ ഇന്നൊരു ദിവസം ഇതൊരു ചെറിയൊരു ബിസിനസ് അല്ല, ഇത് വലിയൊരു ബിസിനസ് ആണ്. 22 വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ്. സാർ ഇപ്പോ ഇന്ന് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് സാർ അറിഞ്ഞു. സാറിന് ഇപ്പോ ഒരു ചെറുതായിട്ടൊരു ഐഡിയ സാറിന് കിട്ടിയിട്ടുള്ളൂ. സാറിന് നാളെ ഈ ഒരു പ്രൊജക്ട് വേറെ ആർക്കെങ്കിലും പ്ലാൻ കേൾപ്പിക്കണമെങ്കിൽ സൂമിലേക്ക് കൊണ്ടുവരിക. അവർക്കും നമ്മൾ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും. സാർ പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം നിൽക്കുക, കണ്ടിന്യൂ ആയിട്ട് പ്ലാൻ കേൾക്കുക, കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്കൊക്കെ വരിക. അപ്പൊ തുടർന്നുള്ള കാര്യങ്ങളെ കുറിച്ച് സാറിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാകും. സാറിന് കുറച്ചെങ്കിലും മനസ്സിലായതിനു ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച് സാർ പറയുക. നമ്മളെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു സാറിന് കിട്ടിയ റിസൾട്ട് ഒക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ലിങ്ക് എങ്ങനെ കിട്ടുന്നത്? പറയൂ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാറിനെ ആരാണോ സാർ അതൊക്കെ സാറിന് ആരാണോ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്, സൂമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണെങ്കിൽ അവരത് തന്നോളും. അതിനു മുന്നേ സാർ ചെയ്യേണ്ട കാര്യം, സാർ ഈ ഒരു കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. സാറിന്റെ ആധാറിന്റെ 2 സൈഡ് ക്ലിയർ ഫോട്ടോ, ഫോണിലെ മെയിൽ ID, ഫോൺ നമ്പർ അയച്ചു കൊടുത്താൽ ഈ ഒരു കമ്പനിയോടൊപ്പം അവർ രജിസ്റ്റർ ചെയ്ത് തരുന്നുണ്ടാവും കേട്ടോ. അത് അയച്ചു കൊടുക്കേണ്ട എവിടെ? നമ്മൾ ഏത് അഡ്രസ്സിലാ? ഏത് സാറിന് ഇതിലേക്ക് സാറിനെ ഇൻവൈറ്റ് ചെയ്തത് ആരാണ്? ആരാണ് ഓക്കെ, അവർക്ക് അയച്ചു കൊടുത്തോളൂ. അവർ ബാക്കിയുള്ള കാര്യങ്ങള്, ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ സാർ അവര് സാറിന് പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഇതേ സമയത്ത് നമുക്കിവിടെ പ്ലാൻ ഉണ്ട്. ഒരാഴ്ചയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് സെഷനും അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സൂം ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാകും. നിങ്ങൾ അത് ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ടാകും. ഓക്കെ, എല്ലാ ദിവസവും സെയിം ടൈം അല്ലേ? ഇതേ ടൈമിലുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ സാർ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?
വേറെ ആരാണ് പുതിയതുള്ളത്? ന്യൂ ആയിട്ട് ഇന്ന് ഫസ്റ്റ് ആയിട്ട് പ്ലാൻ കേൾക്കാൻ വന്ന ആരാണുള്ളത്? ഒന്ന് സംസാരിക്കൂ അൺമ്യൂട്ട് ആക്കിയിട്ട്. ശൈലജ മാഡം ഉണ്ട്. ഹലോ ശൈലജ മാഡം, മാഡം ശൈലജ മാഡം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഒന്ന് സംസാരിക്കൂ കേട്ടോ. ഇല്ല, ഡൗട്ട് ഒന്നും ഇല്ല. ഞാനിത് കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൗട്ട് ഇപ്പം ഈ സെഷൻ നല്ല സെഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. മാം വ്യക്തമായിട്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ഈ സമയത്ത് അങ്ങനെ സംശയങ്ങളൊന്നും ഇല്ല. ഓക്കെ താങ്ക് യു. ഓക്കെ മാം, കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യൂ കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ മാം, കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്തതാണോ? അതെ, ഞാൻ അശ്വിനി മാമിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മുടെ ടീം ക്യാപ്റ്റൻ ആണ്, പിന്നെ എന്ത് വേണം? ആ ഒരു ഭാഗ്യം കിട്ടി എനിക്ക്. അതെ അതെ, താങ്ക് യു. ഞാനും അശ്വിനി മാമിന്റെ കൂടെ വന്നത് തന്നെയാണ്. എന്നെ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച വേറെ വ്യക്തിയാണ്, പക്ഷെ എന്നെ ഇത്രത്തോളം വളർത്തിയെടുത്തത് എന്റെ അപ്ലൈൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സുരേഷ് സാറും അശ്വിനി മാമും തന്നെയാണ്. നമുക്ക് ഏതൊരു വ്യക്തിക്കും, ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും പേഴ്സണലി ആയിട്ടും അതുപോലെ മെന്റലി, ഫിസിക്കലി, പേഴ്സണലി വളരാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിലൂടെ സാധിക്കുന്നുണ്ടാവും കേട്ടോ. വേറെ ആരാണ് പുതിയതുള്ളത്? ഇനി ആരാണുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? വിനീതക്ക് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാന്? ചോദിച്ചോളൂ ടീച്ചറുടെ അടുത്ത്. വിനീത പുതിയ ആളാണ്, ഐഡി എടുത്തിട്ടുണ്ട്. വിനീത മാം ഒന്ന് സംസാരിക്കുവോ? ഹലോ മാഡം, ഒന്ന് സംസാരിച്ചോളൂ. ഹലോ വിനീത മാം, ഒന്ന് സംസാരിച്ചോളൂ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അവരെ നെറ്റ് ഇഷ്യൂ ആണ്, ഓഡിയോ കണക്ട് ആയിട്ടില്ല, ഓഡിയോ ഡിസ്കണക്ട് ആയി പോയി. ഓക്കെ സാർ. പിന്നെ ഒരു വിവോ ഉണ്ടല്ലോ, V2141. ഇപ്പോ നെറ്റ് കണക്റ്റഡ് ആണോ? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? വിനീത പറഞ്ഞ് ജോയിൻ ചെയ്ത ആളാണോ? അതെ, വിനീത ഇൻവൈറ്റ് ചെയ്താണ്. വിവോ നേരത്തെ നെറ്റ് കണക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. വിവോ ഒന്ന് ഒന്ന് അൺമ്യൂട്ട് ആക്കുവോ? ഒരു മൈക്കൊന്നും ഇല്ലേ? നിങ്ങൾ ടച്ച് ചെയ്താൽ മതി, നിങ്ങൾ സംസാരിക്കാം. ഹലോ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മഹേഷൻ എന്ന് പറയുന്ന ആളും സുധീർ എന്ന് പറയുന്ന ആളും. സുധീർ ശമന ടീച്ചറുടെ ടീമാ? സുധീർ അല്ലേ? അതുപോലെ ഭാസ്കരൻ സാർ ഒക്കെ എന്റെ ടീമിൽ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. മഹേഷൻ സാറിനെ ഞാൻ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. ആര് ടീമാന്ന് എനിക്കറിയില്ല, ജോയിൻ ചെയ്ത ആളെ തന്നെയാണ്. നീതുലി ജോയ് ടീം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടിയ ഈ ഒരു മഹത്തായ ഈ ഒരു അവസരത്തെ മാക്സിമം നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക, എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഈ പറയുന്ന ഞാനടക്കം ഉപയോഗപ്പെടുത്തേണ്ട അത് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഈ ഒരു അവസരം ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 2030 ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഫീസ് കൊടുത്ത് വേണ്ടി വരും പഠിക്കാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുക, ഇതിനെ കുറിച്ച് പഠിക്കുക, ഇതിനെ കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്കിത് എത്ര പഠിച്ചാലും നമുക്കിത് തീരൂല. നമ്മളിപ്പോ ഒരു MBBS പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 4 വർഷത്തോളം ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ജോലി കിട്ടുക അല്ലെ. അതിനുശേഷം ഓരോ വ്യക്തിയുടെ ശരീരത്തിലും നമ്മൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ചെയ്യേണ്ടതല്ല, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും
എല്ലാവരും ഇതിന് പ്രയോറിറ്റി കൊടുത്ത് ഈ ഒരു നല്ലൊരു അവസരമാണ് എല്ലാവരുടെ കയ്യിലും കിട്ടിയിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഒരു ലെഗസി ക്രിയേഷൻ ബിസിനസ്. ഞാൻ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് 12 വയസ്സായിട്ടുള്ള ഒരു മോനാണുള്ളത്. അവനൊരു 18 വയസ്സാകുമ്പോൾ ഈ ഒരു വെസ്റ്റീജിന്റെ ഐഡിയയും അതുപോലെ അവന്റെ ഒരു 18 വയസ്സിലെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റാർ ഡയറക്ടർ എന്ന പൊസിഷനിലെത്തി നല്ലൊരു വാഹനവും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നത് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ്. അത് തീർച്ചയായിട്ടും അത് ഞാൻ നേടിയെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുമായി ഇത്ര വെൽ കണക്റ്റഡ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാവണമെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും ഇതുപോലുള്ള ഒരു ബിസിനസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്നൊന്നും നമുക്കൊരു വരുമാനം, നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒന്നും നേടിയെടുക്കാൻ ഒരിക്കലും നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ഇന്ന് സാധാരണക്കാരിൽ നിന്ന് പലരും ഇന്നൊരു സാമ്പത്തിക ഫ്രീഡത്തോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബിസിനസ് ചെയ്യുന്നവരാണ് ജീവിക്കുന്നത്. അതിനെ തിരിച്ചറിഞ്ഞവരാണ്. ഇന്ന് പാവപ്പെട്ടവരൊക്കെ പാവപ്പെട്ടവരായി തന്നെ ജീവിക്കുകയാണ്. പണക്കാരൊക്കെ കൂടുതൽ പണക്കാരായി ജീവിക്കുകയാണ്. അവരെന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കിട്ടിയ നല്ലൊരു അവസരത്തെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടിയ ഈ ഒരു മഹത്തരമായിട്ടുള്ള അവസരത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. എന്നൊക്കെ നമ്മള് പുറത്തെ ഷോപ്പിൽ നിന്നൊക്കെ നമ്മളൊക്കെ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആരെയാണ് നമ്മളൊക്കെ സെലിബ്രിറ്റീസ് ആക്കുന്നത്? ആരുടെ ലൈഫിലേക്കാണ് നമ്മൾ പണം എത്തിച്ചു കൊടുക്കുന്നത്? മറ്റു ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ പണം കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫിൽ ഓരോ ദിവസവും നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അതിനനുസരിച്ച് നമ്മൾ എന്താവുന്നു? നമ്മൾ പാവപ്പെട്ടവരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള ഒരു സാഹചര്യം വരുത്താതെ നമ്മൾക്ക് കിട്ടിയ അവസരത്തെ നമ്മൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം വരുത്താൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കുന്നുണ്ടാകും. ഓക്കെ, ഇനി സാറ് സംസാരിക്കും. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. എല്ലാവരുടെ സംശയങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേ സമയത്ത് ഇതുപോലെ ഈ ഒരു പ്ലാനൊക്കെ അറ്റൻഡ് ചെയ്യുക. നമുക്ക് വേറെയും പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ട്. എത്രത്തോളം പ്ലാൻ നിങ്ങൾക്ക് കിട്ടുന്നുവോ അത്രത്തോളം പ്ലാൻ അറ്റൻഡ് ചെയ്യുക. പ്രൊഡക്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ബിസിനസിന്റെ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ അറിയുക. സാമ്പത്തിക സാധ്യത എന്താണെന്ന് നിങ്ങൾ അറിയുക. അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷംന മാഡം. താങ്ക് യു വെരി മച്ച്. ഷംന മാഡം ഇന്ന് രാവിലെ മുതലേ അവർക്ക് ഷംന മാഡത്തിന് വേറെ ഓർഗനൈസേഷൻ ഉണ്ട്. അവർക്ക് കണ്ടിന്യൂ പ്ലാൻ എടുക്കുകയായിരുന്നു രാവിലെ മുതലേ. ഓൾറെഡി ടയർഡാണ്. എന്നിട്ട് നമുക്ക് വേണ്ടി പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത് ക്ലോസിംഗ് ചെയ്ത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചാറ്റ് ബോക്സിലൂടെ മാഡത്തിന് അപ്രീസിയേഷൻ നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. അത് നല്ലൊരു സപ്പോർട്ടീവ് ആയിരിക്കും. ഓക്കെ, ഈ പ്ലാറ്റ്ഫോമിലുള്ള ഏതൊരാൾക്കും എല്ലാവർക്കും ഇതുപോലെ ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട് കേട്ടോ. MC ആയിട്ടും പ്ലാൻ പ്രസന്റേഷൻ ആയിട്ടും എല്ലാവർക്കും ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ, സെൽഫ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അത് ആർക്കും ഒരു ഡിഫറെന്റ് ഇല്ല. എല്ലാവർക്കും ഒരേ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സൂം പ്ലാറ്റ്ഫോം കേട്ടോ. അപ്പൊ എല്ലാവർക്കും കൂടെ വളരെ ശക്തിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് നല്ലൊരു വരുമാനത്തിൽ എത്താനും ഉള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു തീരുമാനം എടുക്കുക. നല്ല ഡ്രീം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സക്സസ് ആവാനുള്ള നമ്മുടെ ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മീറ്റിംഗ് രാവിലെ 6 മണിക്ക് മോർണിംഗ് മിറാക്കിൾ മോർണിംഗ് പറ്റുന്നവർ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിൽ ഒരുപാട് നോളജുകൾ കിട്ടുന്നുണ്ട് നമ്മൾക്ക്. അതുകൂടാതെ ഇന്ന് 9 മണിക്ക് എല്ലാ ചൊവ്വാഴ്ചയും 9 മണിക്ക് ഇന്ത്യൻ ഡേ 9 മണിക്ക് നമ്മുടെ ടീം മീറ്റ് ഉണ്ട്. ഇപ്പൊ 9 മണിക്കാണ്, ഇന്ന് 9 മണിക്കുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നിങ്ങളുടെ പുതിയ ആൾക്കാരാണ് അപ്ലൈ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പൊ അതും കൂടി അറ്റൻഡ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് വന്നവരെല്ലാവരും ഞാൻ എന്തായാലും കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. അത്രയ്ക്കും നല്ലൊരു അവസരത്തെ സീരിയസ് ആയി കാണുകയും കഴിയുന്നവരെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പോ അടുത്ത മീറ്റിംഗ് സംസാരിക്കാൻ വരുന്നുണ്ട്. സാറേ, ഫാമിലി മീറ്റ് ഇന്നില്ലേ? അപ്പൊ പുതിയ ആളെ നമ്മൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ? പുതിയ ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? പ്ലാൻ കേൾക്കാൻ പറ്റുമോ? ഫാമിലി മീറ്റ് ഉണ്ട്. അപ്പൊ പ്ലാൻ കേട്ടവരെ ജോയിൻ ചെയ്യിപ്പിച്ചോളൂ. പുതിയ ആളിന് ഞാൻ ലിങ്ക് ഇട്ട് പുതിയതായിട്ടുള്ള ഒരാൾക്ക് ജോയിൻ ചെയ്യാനെ കൊണ്ട് ലിങ്ക് ഇട്ട് കൊടുത്തത്. അന്നേരം നമ്മുടെ ഇന്നത്തെ പ്ലാൻ കേട്ടിട്ടില്ല. ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് ആദ്യമായിട്ട് 11 മണിക്ക് കയറാൻ പറ്റി. മനസ്സിലാകത്തില്ല. ഇന്നത്തെ പ്രസന്റേഷൻ പറയുന്നത് വെച്ചാല് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ നമ്മുടെ ബിസിനസ് എങ്ങനെ സ്ട്രോങ് ചെയ്യാമെന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ പുതിയ ആൾക്കത് മനസ്സിലാകത്തില്ല. ജസ്റ്റ് ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ട് ചെയ്യാന്. അപ്പം പകലൊന്നും സമയമില്ല. ഇലക്ട്രീഷ്യൻ ആണ്.
വർക്ക്. അപ്പൊ ഞാനതിന് ഇന്ന് 9 ഫാമിലി മീറ്റ് ആണെന്ന് ഓർക്കാതെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് സാറ് പരിചയമുള്ള ആളാണ്, പറഞ്ഞപ്പോഴാണ് ചെറിയ ഐഡിയ ഒക്കെ കൊടുത്ത ആളാണ്, അങ്ങ് കൊടുക്കുക. അല്ലെങ്കിൽ അവര് ജോയിൻ ആവത്തില്ല ഒരിക്കലും. കാരണം ഇതിൽ പറയുന്നത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്നാണ്. ഒരുപാട് നല്ല പിന്നെ എന്താ ബിസിനസ് സീരിയസ് ആയവർക്കുള്ള മീറ്റ് ആണ് കേട്ടോ. ഓക്കെ. പ്ലാൻ കേട്ടവർക്കുള്ള മീറ്റ് ആണ്. ആ ഓക്കെ, ബെറ്റർ. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം പ്ലാൻ കേട്ടതിന് ശേഷം ടീം മീറ്റിൽ കിട്ടുന്നതായിരിക്കും ബെറ്റർ, നല്ലത്. ഓക്കെ സാർ, എന്നാ ഞാനത് പറയാം. അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി ഇല്ലേ കേട്ടോ. ടൈം ഇല്ലാത്ത ആൾക്കാർക്ക് റെക്കോർഡ് അയച്ചു കൊടുത്തോളൂ. ഒരു ഫുൾ ഡേ ഡ്യൂട്ടിയിലുള്ള ഒരാൾക്ക് അവർക്ക് ബുദ്ധിമുട്ടാ കയറാൻ. അപ്പൊ അവർക്ക് റെക്കോർഡ് അയച്ചു കൊടുക്കുക. ഓക്കെ. മ്യൂട്ട് ചെയ്തു, മ്യൂട്ട് ആയിപ്പോ, അൺമ്യൂട്ട് ചെയ്യൂ സീന മാഡം. എന്റെ കൈ ആ റെക്കോർഡ് സെഷൻ ഇല്ല കൊടുക്കാന്. അത് അയച്ചുതരാം, അയച്ചുതരാം. അയച്ചുതരാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. അപ്പോ വൺസ് അഗൈൻ താങ്ക്സ്. ആർക്കും കൂടെ സംസാരിക്കട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തു. എല്ലാ സംശയങ്ങളും ചോദിക്കാനുള്ള വേദി കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം. ഓക്കെ, വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മുടെ ടീം മീറ്റിൽ എല്ലാവർക്കും മീറ്റ് ചെയ്യാം, എല്ലാവരും അറ്റൻഡ് ചെയ്യാം. മിറാക്കിൾ മോർണിംഗ് മിസ് ചെയ്യാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക എല്ലാവരും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ, ബിസിനസ് ഉണ്ടാവട്ടെ, ഹെൽത്ത് ആൻഡ് വെൽത്ത് ആയിരിക്കാൻ പറ്റട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്സ് ടു ഓൾ. താങ്ക് യു സാർ.